ഹലോ ഗൈസ്, ആർക്ക് അൾട്ടിമേറ്റ് എഡിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഡൈനോയെ എളുപ്പത്തിൽ ടീം ചെയ്യാം, അതായത് റെക്സ് ഏതൊരു ഡൈനോ ആകട്ടെ എളുപ്പത്തിൽ ടീം ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഞാനിപ്പോൾ ഒരു റെക്സിനെ നോക്കിയത് ഇതൊരു സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലെവൽ കുറഞ്ഞതാണ്, ലെവൽ 1. നിങ്ങൾ ട്രാപ്പ് ഉപയോഗിച്ച് ലെവൽ കൂടിയതോ ഏതിനെ വേണമെങ്കിലും ടൈം ചെയ്യാം. ഫസ്റ്റായിട്ട് നോക്കിയിട്ടതിന് ശേഷം ചെയ്യണമെന്ന് വെച്ചാൽ ഗെയിം ക്ലോസ് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന പോലെ ഗെയിം ക്ലോസ് ചെയ്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലിസ്റ്റിൽ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഡൈനോ ക്യാരക്ടർ ഫുഡ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ 300 ആക്കി വയ്ക്കണം. എഡിറ്റ് ചെയ്ത് 300 ആക്കി വെച്ചിട്ട് ഓക്കെ കൊടുക്കണം. ഇങ്ങനെ 300 ആക്കി വയ്ക്കുമ്പോൾ ഡൈനോയുടെ ടൈം ചെയ്യുന്ന സമയത്തുള്ള ഫുഡ് നല്ല ഡ്രെയിൻ ആവും. കൂടാതെ നമ്മൾ ടൈം ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈനോയുടെ ഫുഡും നന്നായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാം ആർജയുടെ ഫുഡ് ഡ്രെയിൻ ആകുന്നത്. ആർജയുടെ ഫുഡ് വന്നിട്ട് നല്ലപോലെ ഡ്രെയിൻ ആവും. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആർജയ്ക്കും ഫുഡ് വയ്ക്കണം. റെക്സിനും ഇപ്പോൾ ഫുഡ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെക്സിന് നന്നായിട്ട് ഫുഡ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് സൂത്തിബാം ഇതിലില്ല. കീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കീയിൽ ടൈമിംഗ് എഫക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈം ആയതിനു ശേഷം വീണ്ടും ഗെയിം പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഗെയിം ഓപ്പൺ ചെയ്യണം. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ സിംഗിൾ പ്ലെയറിൽ ഫുഡ് ഡ്രെയിൻ ആകുന്നത് വന്നിട്ട് 1.0 വെക്കണം. 1.0 വെച്ചതിന് ശേഷം വീണ്ടും ഗെയിം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റെക്സ് ടൈമായിട്ട് നിൽക്കുന്നത്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.